ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്ലാസ് റൂമുകൾ കീഴടക്കുന്ന കാലമാണിത്. നമുക്കറിയാം അല്ലേ, നമ്മുടെ ഫോണിലായാലും എവിടെയായാലും AI മയമാണ്. അപ്പോൾ സ്കൂളുകളിൽ എന്തായിരിക്കും അവസ്ഥ? സ്കൂളുകളിൽ റോബോട്ടുകളും ഒക്കെ വൈകാതെ തന്നെ കുട്ടികളെ പഠിപ്പിക്കും, അതിൽ സംശയം വേണ്ട. മലപ്പുറം പെരിന്തൽമണ്ണ പാതാക്കര AUP സ്കൂളിൽ റോബോട്ടിനെ കൊച്ചുകുട്ടികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രദർശനം ഇങ്ങനെയുള്ള മാറ്റങ്ങളുടെയൊക്കെ തുടക്കമായി വേണം കാണാൻ. കുട്ടികൾക്കെല്ലാം ആദ്യം റോബോട്ടിനെ കണ്ടപ്പോൾ കൗതുകമായിരുന്നു. പിന്നെ അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ തുടങ്ങിയതോടെ റോബോ ചെങ്ങായിയായി മാറി. പെരിന്തൽമണ്ണ പാതായിക്കര AUP സ്കൂളിലെ റോബോ എക്സ്പോ എല്ലാവർക്കും വേറിട്ട അനുഭവമായിരുന്നു. അടുത്ത അധ്യയന വർഷം മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക് ടെക്നോളജിയുടെയും പഠന ക്ലാസുകൾ ആരംഭിക്കുമെന്ന് സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് പറഞ്ഞു. മുഴുവൻ കുട്ടികൾക്കും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ റോബോട്ടിക്സ് തരംഗം പഠിപ്പിക്കുക എന്നതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ പുതിയ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നാം കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു റോബോട്ട് കുട്ടികളുടെ മുഴുവൻ ഒരു സന്തോഷത്തിനും അതുപോലെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ കുട്ടികൾക്കും പഠനത്തിന് കൂടി അവസരം നൽകുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം STEM റോബോട്ടിക് ഇന്റർനാഷണൽ വികസിപ്പിച്ചെടുത്ത റോബോട്ടാണ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തത്. പെരിന്തൽമണ്ണ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ K ഉണ്ണികൃഷ്ണൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞുമൈദു, സ്കൂളിലെ പ്രധാനാധ്യാപകൻ AP ഷിബു തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. ഇന്ന് സംസ്ഥാനത്തും കേരളത്തിലും ഇന്ത്യയിലും എല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഠന സമ്പ്രദായമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കുട്ടി പുറത്തിറങ്ങുമ്പോൾ ആ കുട്ടിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും റോബോട്ടിക് ടെക്നോളജിയും കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കാൻ കുട്ടികൾക്ക് കഴിയും. അതിലൂടെ കുട്ടികൾക്ക് ശാസ്ത്രബോധമുണ്ടാക്കാനും അത് ലഹരിയായി മാറി അവരുടെ ലഹരി ഒരു ശാസ്ത്രബോധ ലഹരിയായി മാറാൻ കുട്ടികൾക്ക് കഴിയും. അടുത്ത അധ്യയന വർഷം പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികളെ റോബോട്ടായിരിക്കും പാതായിക്കര AUP സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുക. ന്യൂസ് 18 മലപ്പുറം. ഇങ്ങനെ സാങ്കേതികവിദ്യ പുരോഗമിക്കുമ്പോഴും മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരാളിലേക്കാണ് ഇനി അടുത്തത് നമ്മൾ പോകുന്നത്. പഠന ചെലവുകൾ കണ്ടെത്തുന്നതിനായി പാർട്ട് ടൈം ജോലിയെയും കൃഷിയെയും ഒക്കെ ആശ്രയിച്ച് സമൂഹത്തിന് മാതൃകയാവുന്ന അല്ലെങ്കിൽ അവരുടെ സ്വയം പര്യാപ്തത നമ്മളെയൊക്കെ പ്രചോദിപ്പിക്കുന്ന നിരവധി വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികളും അങ്ങനെയുണ്ട്. ഒരേ സമയം കർഷകനായും സംരംഭകനായും ഒക്കെ മികവ് തെളിയിച്ച ഒരു വിദ്യാർത്ഥിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അലങ്കാര മത്സ്യങ്ങളെ പരിപാലിക്കുന്ന ഇടുക്കി സേനാപതി സ്വദേശി പോൾസ് ബാബുവിന്റെ വിജയഗാഥ കാണാം. MSW 2ാം വർഷ വിദ്യാർത്ഥിയായ പോൾസ് പഠനത്തിന്റെ തിരക്കുകൾക്കിടയിലും തന്റെ മത്സ്യക്കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ സമയം മാറ്റിവെക്കും. പോൾസിന് അലങ്കാര മത്സ്യങ്ങളോടുള്ള പ്രിയം കുട്ടിക്കാലം മുതൽ ആരംഭിച്ചതാണ്. കൗതുകത്തിന് ആരംഭിച്ച അലങ്കാര മത്സ്യ പരിപാലനം പിന്നീട് കാര്യമായി. ഞാൻ ചെറുപ്പം തൊട്ടേ മീനുമായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, ഇപ്പോൾ വീട്ടിലാണെങ്കിലും മീന് അക്യൂറിയം ഉണ്ടായിരുന്നു. നേരത്തെ പഴയ വീട് വേറെ ആയിരുന്നു, അവിടെ വെച്ച് അക്യൂറിയം, പാടത്താണേലും മീൻകുളം, അങ്ങനെയൊക്കെ പറഞ്ഞു മീനുമായിട്ടായിരുന്നു ഫുൾ ടൈം. പിന്നെ പെറ്റ്സിനോടൊക്കെ ഒരു നല്ല താല്പര്യം. ഇതാകുമ്പോൾ നമുക്ക് കുറഞ്ഞ ചെലവിൽ നോക്കാൻ പറ്റുന്ന ഒരു പെറ്റാണ്. ഏഞ്ചൽ ഫിഷ്, വൈൽഡ് ടൈൽ, ആരോവന, ബ്ലാക്ക് മോർ തുടങ്ങി സ്വദേശ വിദേശ ഇനങ്ങളിൽപ്പെട്ട നിരവധി അലങ്കാര മത്സ്യങ്ങൾ പോൾസിന്റെ പക്കലുണ്ട്. വെള്ളം ശുചീകരണം അടക്കം വിവിധ ആവശ്യങ്ങൾക്കുള്ള സജ്ജീകരണങ്ങളും പോൾസ് തനിയെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിനെ മനോഹരമാക്കാൻ മത്സ്യക്കുഞ്ഞുങ്ങളെ തേടി പോൾസിന്റെ അടുത്തെത്തുന്നവർ നിരവധിയാണ്. അക്വേറിയം സജ്ജീകരണം, അനുബന്ധ ഉപകരണങ്ങൾ, വെള്ളച്ചാട്ട സജ്ജീകരണം, ഫൗണ്ടൈൻ, ഫിൽട്രേഷൻ സംവിധാനം, മീൻ തീറ്റ, മരുന്നുകൾ തുടങ്ങി വിവിധ സേവനങ്ങൾ ഈ യുവാവ് ഉപഭോക്താക്കൾക്കായി നൽകുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി.
മലപ്പുറം കുറ്റിപ്പുറം കടകശ്ശേരി വെള്ളാഞ്ചേരി പാടശേഖരത്തിലെ കായൽ പ്രദേശത്ത് 60 ഏക്കറോളം വരുന്ന പുഞ്ചകൃഷി നാശത്തിന്റെ വക്കിലാണ്. വെള്ളം പാടത്തേക്ക് ഒഴുകിയെത്തിയതാണ് കൃഷി നശിക്കാൻ കാരണമായത്. മലിനജലം അടക്കം കൃഷിയിടത്തിലേക്ക് എത്തിയതോടെ വലിയ ആശങ്കയിലാണ് ഇവിടുത്തെ കർഷകർ. 150 ഏക്കറോളം വരുന്ന പാടശേഖരത്തെ 60 ഏക്കറോളം സ്ഥലത്താണ് പുഞ്ചകൃഷി ചെയ്യുന്നത്. ഇവിടേക്കാണ് ദേശീയപാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പുതുതായി നിർമ്മിച്ച അഴുക്കുചാലുകൾ കൃഷിയിടങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത്. റോഡ് നവീകരണം പൂർത്തിയായതോടുകൂടി മധുരശ്ശേരി റോഡ് മുതൽ അയക്കലം വരെ വരുന്ന ഭാഗത്തെ വെള്ളം ഡ്രൈനേജിലൂടെ കുത്തിയൊലിച്ച് വെള്ളാച്ചേരി പാടശേഖരത്തിലേക്ക് എത്തുന്ന അവസ്ഥയാണ്. ഇതുമൂലം 30ഓളം കർഷകരാണ് വിഷമത്തിലായിരിക്കുന്നത്. അതുമാത്രമല്ല, കുറേ ചപ്പും ചവറും കീസിയും കവറെല്ലാം ഈ വെള്ളത്തിൽ വന്ന് അടഞ്ഞിട്ട് ട്രാക്ടർ കൂട്ടുമ്പോൾ പോലും ആ കൃഷിയുടെ വളം പോലും മണ്ണ് പോലും നശിച്ചു പോവുക. അങ്ങനെയാണ് ഇത് നശിക്കുന്നത്. അങ്ങനെ ഇവർ ഒരുപാട് പണ്ടം പണയം വെച്ച് ഇപ്പൊ അത് തിരിച്ചെടുക്കാൻ കഴിയാത്തൊരു കഷ്ടതയിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. സ്വർണ്ണാഭരണങ്ങളടക്കം പണയപ്പെടുത്തിയും കടം വാങ്ങിയുമാണ് പലരും കൃഷി ഇറക്കിയിട്ടുള്ളത്. വേനൽ മഴയിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കുത്തിയൊലിച്ചെത്തിയതോടെ പ്രദേശത്ത് മുട്ടിനൊപ്പം വെള്ളം നിൽക്കുന്ന അവസ്ഥയാണ്. ഇതുമൂലം 60 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി കൊയ്തെടുക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് കർഷകർ. പാടശേഖരത്തെ മറ്റു പ്രദേശങ്ങളിൽ കൊയ്ത്ത് പുരോഗമിക്കുന്നുണ്ട്. വേനൽ മഴ തുടർന്ന് പെയ്തു കഴിഞ്ഞാൽ വീണ്ടും വെള്ളം ഉയരുകയും നെൽക്കതിരുകൾ മുളച്ച് നാശമാവുകയും ചെയ്യും. മുളച്ച നെല്ല് ഏജൻസികൾ എടുക്കാത്തതിനാൽ നഷ്ടം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധം കർഷകരെ പ്രതിസന്ധിയിലാക്കും. കർഷകരുടെ ഈ ദുരിതത്തിന് അധികൃതർ ശാസ്ത്രീയമായ പരിഹാരം കാണണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 തിരൂർ. കോതമംഗലം വെറ്റിലപ്പാറയിൽ കാട്ടാന ആക്രമണം. റബ്ബർ തൈകളും ഫെൻസും കാട്ടാന നശിപ്പിച്ചു. വരിക്കമാക്കൽ തോമസിന്റെ കൃഷിഭൂമിയിലാണ് ആനകൾ നാശം വിതച്ചത്. ഈ മാസം ഇത് 3ാം തവണയാണ് ഈ ഭാഗത്ത് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുന്നത്. 1 വർഷം പ്രായമുള്ള 50ഓളം റബ്ബർ തൈകളാണ് കാട്ടാനാക്രമണത്തിൽ വെറ്റിലപ്പാറ സ്വദേശി തോമസിന് നഷ്ടമായത്. കോതമംഗലം മേഖലയിൽ കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ്. സോളാർ ഫെൻസ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മരങ്ങൾ അവയ്ക്ക് മുകളിലൂടെ തള്ളിയിട്ട ശേഷമാണ് ആനകൾ പറമ്പിലേക്ക് കയറുന്നത്. 3 വർഷത്തോളമായി കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ് എന്നും കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന തങ്ങൾക്ക് കൃഷിപ്പണി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നും വീട്ടമ്മ മോളി തോമസ് പറഞ്ഞു. ഇപ്പൊ 2-3 വർഷമായിട്ട് ഭയങ്കര കാട്ടുമൃഗങ്ങളുടെ ശല്യം കൂടുതലാണ്. ആന ഇപ്പോൾ 3 പ്രാവശ്യം തോട്ടത്തിൽ കയറി. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കയറിയപ്പോൾ തന്നെ 10-45 തൈ കളഞ്ഞായിരുന്നു. റീപ്ലാന്റ് ആണ്. അപ്പം പിന്നെ അതിന് ഇലക്ട്രിക് ഫെൻസിങ് കിട്ടി. ഇലക്ട്രിക് ഫെൻസിൻ്റെ അതും തകർത്ത് ഇപ്പം കയറി 10-50 തൈയോളം നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഭയങ്കര കൃഷി നാശങ്ങളാണ് ഞങ്ങൾക്ക് വരുത്തുന്നത്. കഴിഞ്ഞ ദിവസത്തെ കാറ്റത്ത് തേക്ക് മരം മറിഞ്ഞു വീണ് ഫെൻസിംഗ് തകർന്നിരുന്നു. ഇതുമൂലം കാട്ടാനയ്ക്ക് പറമ്പിൽ കയറാൻ എളുപ്പമാർഗമായി. ഈ മാസം തന്നെ ഇത് 3ാം തവണയാണ് കാട്ടാന റബ്ബർ തൈകൾ നശിപ്പിക്കുന്നത്. ന്യൂസ് 18 കോതമംഗലം. ഇടുക്കി നെടുങ്കണ്ടത്ത് പെട്രോൾ പമ്പിലെ അറ്റകുറ്റപ്പണികൾക്കിടെ ആലപ്പുഴ സ്വദേശിയായ യുവാവ് മരിച്ച സംഭവത്തിൽ ഈ യുവാവിന്റെ അച്ഛൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകി. കരാറുകാരൻ തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയില്ല എന്നാണ് ആരോപണം. ഈ മാസം 8-നാണ് നെടുങ്കണ്ടം HP പെട്രോൾ പമ്പിൽ ഇലക്ട്രിക് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കെ സ്കഫോർഡ് മറിഞ്ഞു വീണ് ചേർത്തല കരിക്കാട് ജെബിൻ മരിച്ചത്. കൂടെയുണ്ടായിരുന്ന മറ്റൊരു യുവാവിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസ് കേസെടുക്കാൻ വിമുഖത കാട്ടിയതായും കേസുമായി മുന്നോട്ടു പോയാൽ യാതൊരു പ്രയോജനവുമില്ല എന്ന് പോലീസ് പറഞ്ഞതായും ജെബിന്റെ പിതാവ് ബെന്നി SP-ക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. കരാറുകാരന്റെ അശ്രദ്ധയും അലംഭാവവും മൂലമാണ് തനിക്ക് മകനെ നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്നും പിതാവ് ആരോപിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ SI പറഞ്ഞു ഈ പരാതി ഇവിടെ തന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞുകൊടുക്കുകയാണ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് നേരെ SP-ക്ക് പരാതി കൊടുക്കുകയായിരുന്നു. SP-ക്ക് പരാതി കൊടുത്തപ്പോൾ SP അന്നേരം തന്നെ സ്വീകരിച്ച് DSPക്ക് കൈമാറി. ഭാരം കുറഞ്ഞ പൈപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കഫോർഡിന് ആവശ്യമായ നീളമോ ബലമോ ഉണ്ടായിരുന്നില്ല.
തൊഴിലാളികൾക്ക് സേഫ്റ്റി ബെൽറ്റും ഹെൽമറ്റും നൽകിയിരുന്നില്ല. അപകടം നടന്ന ശേഷം കോൺട്രാക്ടറുടെ പ്രതിനിധികൾ സംഭവസ്ഥലത്ത് സേഫ്റ്റി ഉപകരണങ്ങൾ കൊണ്ടുവയ്ക്കുകയായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. തൊഴിലാളികൾക്ക് ESIയും PFും പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസും എടുക്കേണ്ട ഉത്തരവാദിത്വവും കോൺട്രാക്ടർക്കുണ്ട്. എന്നാൽ ഇവയൊന്നും പാലിച്ചിട്ടില്ല. ഇവയൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്നും നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരെ കേസന്വേഷണത്തിൽ നിന്നും ഒഴിവാക്കണമെന്നും പരാതിയിൽ പറയുന്നു. പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസിന്റെ അന്വേഷണം കട്ടപ്പന DYSPക്ക് കൈമാറി. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് ജില്ലയിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർക്ക് വേണ്ടിയുള്ള വാക്സിനേഷൻ ക്യാമ്പിന് പട്ടാമ്പിയിൽ തുടക്കമായി. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഹജ്ജിന് പോകുന്നത് പട്ടാമ്പിയിൽ നിന്നാണ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകുന്നവർക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പിനാണ് തുടക്കമായത്. പട്ടാമ്പി താലൂക്കിൽ നിന്നും പോകുന്ന 200-ൽ പരം ഹാജിമാർക്കുള്ള കുത്തിവയ്പ്പ് താലൂക്ക് ആശുപത്രിയുടെ കീഴിൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നടന്നു. ഹജ്ജ് കമ്മിറ്റി അംഗം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പവിത്രമായ കർമ്മത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാം പഠിച്ചു അത് സംസ്കൃതത്തോടെ നിങ്ങൾ പ്രകാരം ജീവിച്ചത്. ഹജ്ജ് ഒരു ആരാധനാ കർമ്മം, ഒരു പ്രാർത്ഥന എന്നുള്ളതിനോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് അറിവുകൾ നൽകുന്ന, തിരിച്ചറിവുകൾ നൽകുന്ന, നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു കർമ്മം കൂടിയാണ്. പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി, കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലെ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിലായിരുന്നു വാക്സിനേഷൻ കുത്തിവയ്പ് നൽകിയത്. 3 തരം വാക്സിനുകളാണ് നൽകിയത്. പാലക്കാട്, മണ്ണാർക്കാട്, ഒറ്റപ്പാലം, കൊപ്പം എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ വാക്സിനേഷൻ ക്യാമ്പ് നടക്കും. ന്യൂസ് 18 പട്ടാമ്പി. ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരിയാക്കാമെന്ന സന്ദേശവുമായി പാലക്കാട് കുമ്പിടിയിൽ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. കുമ്പിടി സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കായി ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് നടത്തുന്നത്. ലഹരിക്കെതിരെ പോരാടുക, യുവതലമുറയെ ഫുട്ബോൾ പരിശീലനത്തോടെ ആരോഗ്യപരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക, ദോഷകരമായ പ്രവണതകളിൽ നിന്ന് അകറ്റി നിർത്തുക, ലഹരി വസ്തുക്കളുടെ ഉപയോഗ സാധ്യത കുറയ്ക്കുക എന്നീ ലക്ഷ്യത്തോടു കൂടിയാണ് പാലക്കാട് കുമ്പിടിയിൽ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നത്. ആനക്കര പഞ്ചായത്തിന് സമീപത്ത് പ്രത്യേകം സജ്ജീകരിച്ച മൈതാനത്താണ് കുമ്പിടി ഇബ്രാഹിംകുട്ടി സ്മാരക ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായത്. 6 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അബി പേരസന്നൂർ, ദീപക് പള്ളിപ്പടി എന്നിവരാണ് പരിശീലകർ. ഇന്ന് പുതിയ തലമുറ ഏറ്റവും ബ്രില്യൻ്റായ തലമുറയാണ്. എന്നാൽ ചില വാർത്തകളെല്ലാം നമ്മൾ സിന്തറ്റിക് ഡ്രഗ്സിലൊക്കെ കുട്ടികൾ പോയി പെടുന്ന കാഴ്ച കാണാറുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗം ഈ തലമുറയെ ബാധിക്കുന്ന എല്ലാ ചില ഒഴിച്ചുകൂടേണ്ട പ്രവർത്തനങ്ങൾ നമ്മുടെ പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിന് കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ കുട്ടികളെ കൂടുതൽ സ്പോർട്സിലേക്കും അതുപോലെ തന്നെ അത്തരം ആക്ടിവിറ്റികളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ക്ലബ്ബ് ഇത്തരമൊരു കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വിഷു, പടക്ക കച്ചവടം, പായസ ചലഞ്ച് എന്നിവയിലൂടെ സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് 60ഓളം കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. നഗരസഭയുടെ പേരിൽ സ്വന്തമായൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഓണം ഫെസ്റ്റിന്റെ പണം പിരിച്ചതിന് പുനലൂർ നഗരസഭ മരാമത്ത് സ്ഥിരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെ നടപടി. പിരിച്ചെടുത്ത പണം 15 ദിവസത്തിനകം തിരിച്ചടയ്ക്കാൻ ഓംബുഡ്സ്മാൻ ഉത്തരവിട്ടു. കൊല്ലം പുനലൂരിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ ഓണാഘോഷത്തിന് അലങ്കാര ലൈറ്റുകൾ സ്ഥാപിച്ചതിനും ഓണം ഫെസ്റ്റ് നടത്തിയതിനും വേണ്ടി നഗരസഭയുടെ പേരിൽ സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങി പണം പിരിച്ചതിനാണ് LDF പാർലമെന്ററി പാർട്ടി ലീഡറായ ബിനോയ് രാജനെതിരെ നടപടിയെടുത്തത്. തിരുവനന്തപുരം സ്വദേശി മുരളീധരൻ പിള്ള നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഓംബുഡ്സ്മാന്റെ നടപടി. പരാതിയിൽ വാസ്തവമുണ്ടെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ബിനോയ് രാജൻ പിരിച്ചെടുത്ത പണം 15 ദിവസത്തിനകം തിരിച്ചടയ്ക്കാനും ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് PD രാജൻ ഉത്തരവിട്ടു. ഓണം ഫെസ്റ്റ് സബ് കമ്മിറ്റി പുനലൂർ മുനിസിപ്പാലിറ്റി എന്ന മേൽവിലാസത്തിലാണ് കാനറ ബാങ്കിന്റെ പുനലൂർ ശാഖയിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയത്. നഗരസഭയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ തുടങ്ങിയെന്ന് കരുതുന്ന ഈ അക്കൗണ്ട് വഴിയാണ് പണം തട്ടിയെടുത്തതായി തെളിഞ്ഞത്. ബാങ്ക് അക്കൗണ്ട് വഴി 2 ലക്ഷം രൂപ ബിനോയ്ക്ക് നൽകിയതായി ബാങ്ക് മാനേജർ മൊഴി നൽകിയിട്ടുണ്ട്. പണം തിരികെ ലഭിക്കുന്ന മുറയ്ക്ക് നഗരസഭയുടെ നിർദ്ദേശപ്രകാരം ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നും വിധിയിൽ പറയുന്നു. ഇതിനു മുൻപും സമാനമായ കേസിൽ നടപടി നേരിട്ടിട്ടുള്ള ആളാണ് ബിനോയ് രാജെന്ന് UDF കൗൺസിലർമാർ പറയുന്നു. പണം തട്ടിയെടുത്തിട്ടുള്ള ആളുകൾ, മോഷണം നടത്തിയിട്ടുള്ള ആളുകൾ ആ
പണം തിരിച്ചടയ്ക്കുന്നതോടുകൂടി ആ കുറ്റം ഇല്ലാതാകുന്നില്ല എന്ന് മാത്രവുമല്ല, തട്ടിപ്പിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളുടെ പേരിൽ നിയമപരമായി നടപടി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ഇതിന് ഒത്താശ ചെയ്തിട്ടുള്ള ചില ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ പേരിൽ നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടത് കൂടിയുണ്ട്. അതേസമയം ഓംബുഡ്മാന്റെ ഉത്തരവിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് UDFന്റെ തീരുമാനം. ന്യൂസ് 18 പുനലൂർ. പട്ടാമ്പി പെരിന്തൽമണ്ണ പാതയിലെ ഏറെ തിരക്കുള്ള കൊപ്പം ടൗണിൽ ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നു. ഇതിനു മുന്നോടിയായി വിപുലമായ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. ശാസ്ത്രീയ പഠനത്തിന് ശേഷം ടൗണിൽ സിഗ്നൽ സംവിധാനം നടപ്പാക്കാനും സാധ്യതയുണ്ട്. പട്ടാമ്പി പുലാമത്തോൾ പാതയിലെ ഏറെ തിരക്കുള്ള നഗരമാണ് കൊപ്പം. പാലക്കാട്, ചെറുപ്പുളശ്ശേരി, വളാഞ്ചേരി, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്നും വാഹനങ്ങൾ വരുന്നതും പോകുന്നതുമായ നഗരമായതുകൊണ്ട് തന്നെ കൊപ്പം ടൗണിൽ ഏത് സമയവും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ചില സമയങ്ങളിൽ ഗതാഗതക്കുരുക്ക് ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൊപ്പത്തെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. നിലവിലുണ്ടായിരുന്ന സിഗ്നൽ സംവിധാനം നവീകരണത്തിന്റെ ഭാഗമായി എടുത്തു കളഞ്ഞിരുന്നു. വീതിയില്ലാതെ റോഡിൽ സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചതും പരാതികൾക്കിടവരുത്തിയിരുന്നു. എന്നാൽ റോഡിന് വീതി കൂട്ടിയെങ്കിലും വീണ്ടും സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്നത് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മതി എന്നാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം. ഈ മീറ്റിംഗിന്റെ ഒരു തീരുമാനമായിട്ട് ശാസ്ത്രീയമായിട്ട് സിഗ്നൽ സ്ഥാപിക്കാനുള്ള ഒരു പഠനം നടത്താൻ റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ താൽക്കാലികമായി പാർക്കിംഗ്, ഈ റോഡ് തിരിഞ്ഞു വരുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്തുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് നിയന്ത്രണം ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ താത്കാലിക ഡിവൈഡറുകൾ സ്ഥാപിക്കും. പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാവശ്യമായ നടപടികളും ഉണ്ടാകും. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. ബസ്സുകളുടെ സ്റ്റോപ്പുകളിലും നിയന്ത്രണം വരുത്തും. ഓട്ടോ സ്റ്റാൻഡുകൾ പുനഃക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പരിശോധിക്കാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് 18 പട്ടാമ്പി. ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ഒരു പ്രത്യേകതരം തെയ്യം എത്തിയ കഥയാണ് അടുത്തത്. പോലീസ് തെയ്യം. കാസർഗോഡ് പടന്നക്കാട് പാനൂക്കാവിലാണ് തെയ്യാട്ടത്തിലെ അപൂർവമായ കാഴ്ചയായി കാക്കി അണിഞ്ഞൊരു പോലീസ് തെയ്യം ഭക്തർക്കിടയിലേക്ക് എത്തിയത്. ഉഗ്രമൂർത്തിയായ കരിഞ്ചാമുണ്ടിയുടെയും പോലീസ് തെയ്യത്തിന്റെയും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ ആയിരങ്ങളാണ് കളിയാട്ടക്കാവിലെത്തിയത്. പോലീസ് തെയ്യം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാക്കി പാൻസും ഷർട്ടും ബെൽറ്റും തൊപ്പിയും അണിഞ്ഞ് പോലീസ് വേഷത്തിലൊരു തെയ്യം. പടന്നക്കാട് പാനൂക്കാവിലാണ് തെയ്യാട്ടത്തിന്റെ അപൂർവ കാഴ്ചയൊരുക്കുന്ന പോലീസ് തെയ്യം കെട്ടിയാടുന്നത്. മുഖത്ത് എഴുത്തുള്ളതുകൊണ്ട് മാത്രമാണ് തെയ്യക്കോലമാണെന്ന് മനസ്സിലാവുക. തെയ്യമാണെങ്കിലും ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ ജോലിയെല്ലാം ഈ തെയ്യം ചെയ്യും. ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കും. വിസിൽ മുഴക്കി മുന്നറിയിപ്പ് നൽകും. നിയമലംഘകർക്ക് തമാശാരൂപത്തിലെങ്കിലും പിഴയിടും. ഉഗ്രമൂർത്തിയായ കരിഞ്ചാമുണ്ടിയുടെ അംഗരക്ഷകനായി അറിയപ്പെടുന്ന പോലീസ് തെയ്യം കരിഞ്ചാമുണ്ടിയുടെ പുറപ്പാട് സമയത്താണ് അരങ്ങിലെത്തി നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുന്നത്. ചെണ്ടമേളമുയർന്നപ്പോൾ ഡ്യൂട്ടിയിലേർപ്പെട്ട സിവിൽ പോലീസ് ഓഫീസറുടെ ഗൗരവത്തോടെ കാക്കിയും തൊപ്പിയും അണിഞ്ഞ് പോലീസ് തെയ്യം ദേവസ്ഥാനത്തിന്റെ തിരുമുറ്റത്തെത്തി. തിരക്കേറിയ സമയത്ത് പോലീസ് തെയ്യം ഭക്തരോട് മാറി നിൽക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകി. ലാത്തിയും മരത്തിൽ തീർത്ത തോക്കുമാണ് പോലീസ് തെയ്യത്തിന്റെ ആയുധം. വെള്ളി തലപ്പാളി അണിയുന്നത് തൊപ്പിക്ക് മുകളിലാണ്. ഭക്തിവിശ്വാസങ്ങൾക്കൊപ്പം തെയ്യാട്ടത്തിലെ അപൂർവ കാഴ്ചയാണിത്. ഒരു പോലീസുകാരൻ വെട്ടേറ്റ് വെച്ച സമയത്ത് ഈ അമ്മാവനാക്കി ഈ കാറിന്റെ വണ്ടിയിൽ പോലീസുകാർ വണ്ടിയിൽ വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തവരാണ് പോലീസുകാർ ക്ലോസായി.
ഈ പോലീസുകാരൻ ഈ തെയ്യത്തിന്റെ കൂടെ തന്നെ വന്നു. അത് തെയ്യക്കുളമായിട്ട് മാറി. ഇങ്ങനെ പേപ്പറിൽ നടന്നു വരുന്നത് ഒരു കാവ് കണ്ടു. കാവിന്റെ ആ സാധനം കാരണം ക്ഷേത്രസ്ഥാനികരിൽ നിന്ന് അരിയും കുറിയും സ്വീകരിച്ച് ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയാണ് യൂണിഫോമിൽ തെയ്യം അരങ്ങിലെത്തുക. കേരളത്തിൽ പടന്നക്കാട് പാനൂർക്കാവിൽ മാത്രമാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. പട്ടാമ്പി നഗരത്തിലെ കുടിവെള്ള പൈപ്പ് പൊട്ടലിനും റോഡ് തകർച്ചയ്ക്കും കുടിവെള്ള വിതരണ തടസ്സങ്ങൾക്കുമൊക്കെ ശാശ്വത പരിഹാരമാവുന്നു. പട്ടാമ്പി നഗരത്തിൽ റോഡിന് ഇരുവശവും പുതിയ പൈപ്പ് സ്ഥാപിക്കൽ ആരംഭിച്ചു. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് നടപടി. പട്ടാമ്പി നഗരത്തിലെ കാലഹരണപ്പെട്ട ഭൂഗർഭ കുടിവെള്ള പൈപ്പ് ലൈനുകൾ പൊട്ടുന്നതും തുടർന്നുണ്ടാകുന്ന റോഡ് തകർച്ചയും ഗതാഗത കുരുക്കുമെല്ലാം ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. പലതവണ നന്നാക്കിയാലും പൈപ്പുകൾ വീണ്ടും പൊട്ടും. ഇതിനൊരു ശാശ്വത പരിഹാരത്തിനുള്ള പ്രവർത്തികൾക്കാണ് ഇപ്പോൾ തുടക്കമായത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പട്ടാമ്പി നിള ആശുപത്രി മുതൽ ഷൊർണൂർ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ടൗണിൽ ഉടൻ പ്രവൃത്തി ആരംഭിക്കും. നിലവിൽ റോഡിന് നടുവിലൂടെയാണ് ഭൂഗർഭ പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. പുതിയ റോഡ് വരുമ്പോൾ നിലവിലുള്ള പൈപ്പുകൾ പൊട്ടിയാൽ അറ്റകുറ്റപ്പണി സാധ്യമല്ല. അതിനാലാണ് റോഡിന് ഇരുവശവുമായി പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത്. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തികൾ. നിലവിൽ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല. എന്നാൽ തുടർന്ന് പട്ടാമ്പി ടൗണിലേക്ക് കടക്കുന്നതോടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള കുടിവെള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികളും നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. 2 ഘട്ടമായാണ് പൈപ്പിടൽ പ്രവർത്തികൾ നടക്കുന്നത്. ഇതോടൊപ്പം വ്യാപാര സ്ഥാപനങ്ങളിലേക്കുള്ള കുടിവെള്ള കണക്ഷനുകളും നൽകും. പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിൽ ഏറെ തിരക്കുള്ള പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണ പ്രവർത്തികൾ ആരംഭിക്കുമ്പോൾ രൂക്ഷമായ ഗതാഗത തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തികളും നടന്നു വരുന്നുണ്ട്. 85 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരണം നടത്തുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. തൽക്കാലം നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയിൽ നല്ല വാക്ക് കേൾക്കാം. അതിനുശേഷം പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് മടങ്ങി വരാം.